നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഞായറാഴ്ച ജോർദാനിൽ തങ്ങളുടെ 3 സൈനികരെ കൊലപ്പെടുത്തിയ ഡ്രോൺ ആക്രമണത്തിനു തിരിച്ചടിയുമായി അമേരിക്ക. ഇറാൻ പിന്തുണയുള്ള ഇറാഖിലെയും സിറിയയിലെയും തീവ്ര സംഘങ്ങളുടെയും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെയും 80-ലധികം കേന്ദ്രങ്ങളാണ് ശനിയാഴ്ച പുലർച്ചെ അമേരിക്കൻ സൈന്യം ആക്രമിച്ചത്. ഇത് വെറും തുടക്കമാണെന്നും ടവർ 22 ആക്രമണത്തിനുള്ള പ്രതികരണം തുടരുമെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ഇസ്രയേൽ ഹമാസ് ആക്രമണം പശ്ചിമേഷ്യയിലേക്ക് വ്യാപിപ്പിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. പശ്ചിമേഷ്യയിലെ ലോകത്ത് മറ്റെവിടെയെങ്കിലുമോ സംഘർഷം നടത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അമേരിക്കക്കാരനെ ഉപദ്രവിച്ചാൽ ഞങ്ങൾ പ്രതികരിക്കും, ആക്രമണത്തിന് പിന്നാലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ബൈഡൻ പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡൻസ് കോർപ്പറേഷന്റെ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ ജോർദാനിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനു പകരം ചോദിക്കുമെന്ന് അന്ന് തന്നെ അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തു. US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ശനിയാഴ്ച പുലർച്ചെ 2:20 ഇറാഖിലും സിറിയയിലും ആക്രമണങ്ങൾ നടക്കുകയുണ്ടായി. ലോങ് റേഞ്ച് ബോംബർ വിമാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് 85 കേന്ദ്രങ്ങളാണ് തകർത്തത്. അതേസമയം ആക്രമണങ്ങളിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. കണക്കുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അമേരിക്ക അറിയിച്ചു.